നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഇലക്ഷൻ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഈ വേളയിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നതിൽ എനിക്ക് എന്നോട് തന്നെ പുച്ഛമുണ്ട്. പക്ഷെ ചിലവന്മാർക്കുള്ള മറുപടി പറയേണ്ട സമയത്ത് പറയേണ്ട രീതിയിൽ പറയേണ്ടതുപോലെ പറയേണ്ടവരോട് പറഞ്ഞില്ലെങ്കിൽ രാത്രി കിടന്നാൽ ഉറക്കം വരാത്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. സംഭവം വേറൊന്നുമല്ല. കേരളത്തിനൊരു കോമാളിയുണ്ട്. ഒന്നാം ഉസ്മാനേക്കാൾ ഏറ്റവും വലിയ മണ്ടൻ താനാണെന്ന് തെളിയിക്കാൻ വേണ്ടി വായിൽ വരുന്ന വിടുവായുത്തരങ്ങളെല്ലാം വിളിച്ചു പറയുന്ന കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്. അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ ഇന്ന് ചില പ്രസ്താവനകൾ കേട്ടു. അപ്പോൾ അതിനുള്ള മറുപടി കൊടുക്കാതിരുന്നാൽ ശരിയാവാത്തത് കൊണ്ട് മാത്രമാണ് മറുപടി കൊടുക്കുന്നത്. എന്തായാലും ആ പ്രസ്താവനകളിലേക്ക് നമുക്ക് പോകാം. ചില പ്രമാണിമാർ മര്യാദയ്ക്ക് ജീവിക്കുന്ന ആളുകളുടെ വീടിന് മുമ്പിലേക്ക് കള്ളു കൊടുത്ത് ചില ചട്ടമ്പികളെ പറഞ്ഞു വിടും. എന്നിട്ട് അവർ ആ വീടിന്റെ മുമ്പിൽ പോയി അസഭ്യവർഷം നടത്തും. അതിന്റെ ആധുനിക കാലത്തെ പുനരവതാരമാണ് ഈ PV അൻവറിലൂടെ പിണറായി വിജയൻ നിർവഹിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ VD സതീശൻ അത് പറഞ്ഞതിൽ അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റത്തില്ല. ബിന്ദു കൃഷ്ണയെ അടുത്തിരുത്തിയിട്ട് പുള്ളിക്കാരൻ പഴയ കാര്യങ്ങളെന്ന് അയവിറക്കിയതാണ്. ഏത് കാര്യമെന്നറിയാമോ? പണ്ട് താരക പെണ്ണിന്റെ കാണാൻ പോകുന്ന സമയത്ത് എങ്ങനെയാണെന്നറിയാമോ? താരകന് കല്ല് മേടിച്ച് കൊടുത്ത് കുടിച്ച് ഉമ്മറത്ത് കിടത്തും. എന്നിട്ട് പുള്ളിക്കാരൻ അകത്തോട്ട് കയറും. അതാണ് താരകന്റെ പെണ്ണു എന്ന് പരസ്യമായിട്ട് പറഞ്ഞത്. അപ്പൊ ആ ഓർമ്മ അയവിറക്കിയതാണ്. അതൊരു സിനിമയിലും ഉണ്ട്. വാറുണ്ണി മൃഗയ, മമ്മൂട്ടിയുടെ മൃഗയ എന്ന് പറയുന്ന സിനിമയിൽ വാറുണ്ണി എന്ന് പറയുന്ന കഥാപാത്രം രാത്രിയാകുമ്പോൾ 2 കോഴിയും ഒരു കുപ്പി കള്ളുമായിട്ട് പോയിട്ട് വീട്ടുകാരനെ ഉറക്കി പുറത്ത് കിടത്തിയിട്ട് അകത്ത് കയറുന്ന സീൻ നമ്മൾ കണ്ടതാണ്. അപ്പോൾ പണ്ട് ജോലിയും കൂലിയൊന്നും ഇല്ലാതെ ചൊറിയുമുത്തിയിരുന്ന സമയത്ത് താരക പെണ്ണിൻ്റെ അടുത്ത് പോകുമ്പോൾ താരക പെണ്ണിന്റെ ഭർത്താവിന്, അതായത് താരകന് കള്ളൊഴിച്ചു കൊടുത്ത് ഉമ്മറത്ത് കിടത്തും. എന്നിട്ട് അകത്ത് കയറി അസഭ്യം പറച്ചിലല്ല, അസഭ്യം ചെയ്യലായിരുന്നു പുള്ളിയുടെ പണി. അതുകൊണ്ടിട്ടാണ് പുള്ളി അതൊന്ന് അയവിറക്കിയത്. ബിന്ദു കൃഷ്ണയുടെ ചിരി കണ്ടാൽ അറിയാം ബിന്ദു കൃഷ്ണ മനസ്സിൽ കരുതി എന്താണെന്നറിയാം, കൊച്ചു കള്ളൻ പഴയതൊന്നും മറന്നിട്ടില്ല അല്ലേ എന്നാണ് ചോദിച്ചത്. ആ പോരട്ടെ സതീഷ്, അടുത്തത് എന്താണ് കേൾക്കാം. ഈ രാഹുൽ ഗാന്ധിയെ ഇപ്പോഴല്ല തുടങ്ങിയത്. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങുന്ന 37 ദിവസക്കാലമായി. 37 ദിവസവും രാഹുൽ ഗാന്ധിയെ വിമർശിക്കലായിരുന്നു പ്രധാന ലക്ഷ്യം. ഇത് BJPയുമായി ഉണ്ടാക്കിയ ഒരു ധാരണയുടെ ഭാഗമാണ്. BJPയെ ഭയന്നാണ് പിണറായി വിജയൻ ജീവിക്കുന്നത്. പേടിച്ചു ഭരിക്കുകയാണ്. കേരളം കണ്ട ഏറ്റവും ഭീരുവായ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കസവ് കെട്ടിയ പേടിത്തൊണ്ടനാണ് മുഖ്യമന്ത്രി എന്നുള്ള പദത്തിന് അടിവരയിടുന്ന സംഭവമാണ് ഇന്നുണ്ടായത്. അപ്പോൾ അദ്ദേഹം BJPയെ സന്തോഷിപ്പിച്ച് BJPയെ സുഖിപ്പിച്ച് ഈ കേസുകളിൽ നിന്നെല്ലാം രക്ഷ നേടാൻ ആഗ്രഹിക്കുന്നു. BJP ആണെങ്കിൽ ഇദ്ദേഹത്തെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോ നോട്ടീസ് വരും, ഇപ്പോ അന്വേഷണം കൂടും, അന്വേഷണം ഇപ്പൊ കടിപ്പിക്കും, ഇപ്പൊ ശരിയാക്കി കളയും എന്ന് പറഞ്ഞ് പേടിപ്പിക്കുകയാണ്, ഭയപ്പെടുത്തും. അപ്പോഴേ സതീശ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നിന്റെ തന്തയല്ല പിണറായി വിജയന്റെ തന്ത. അതായത് ജനങ്ങളുടെ വോട്ട് വാങ്ങി ലക്ഷങ്ങളുടെ ഭൂരിപക്ഷം നേടി നാട് വിട്ടുപോയി വർഷത്തിൽ ഒരിക്കൽ വന്ന് ബോണ്ടയും വാഴയ്ക്കാപ്പവും കഴിച്ച് കണ്ട നിശാ ക്ലബ്ബുകളിലൊക്കെ നിശാ നൃത്തമാടുന്നവനെ മാലയിട്ട് സ്വീകരിക്കാൻ പറ്റൂലല്ലോ. അതിനെ വിമർശിക്കാനല്ലേ പറ്റൂ. പിന്നെ നീ പറഞ്ഞ കാര്യം പിണറായി വിജയനെ BJP പേടിപ്പിക്കുന്നു, പിണറായി വിജയൻ പേടിച്ചിട്ടാണ് കേരളം ഭരിക്കുന്നതെന്ന്. ശരിയാണ്. BJP പിണറായി വിജയനെ പേടിപ്പിച്ചത് കൊണ്ടിട്ടാണല്ലോ നിന്റെ പഴയ നേതാവ് K കരുണാകരന്റെ മോളും ഇപ്പൊ നീ തോളത്ത് കൈയിട്ടുകൊണ്ട് കിടക്കുന്ന K മുരളീധരന്റെ പെങ്ങളുമായ പപ്പിക്കുട്ടി BJPയിലോട്ട് ചാടിയത്. BJP പിണറായി വിജയനെ പേടിപ്പിച്ചത് കൊണ്ടും പിണറായി വിജയൻ പേടിച്ച് ഇങ്ങനെ വിറച്ചത് കൊണ്ടും കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെയാണ് അന്തോണിച്ചന്റെ മോൻ ആന്റണി അന്തോണിച്ചൻ BJPയിലോട്ട് ചാടിയത്. പിണറായി വിജയനെ BJP പേടിപ്പിച്ചിട്ട് പിണറായി വിജയൻ പേടിച്ചത് കൊണ്ടാണ് ഗുണ്ടാ സുധാകരൻ പറഞ്ഞത്, എന്നെങ്കിലും ഒരിക്കൽ BJPയുടെ ആശയങ്ങളുമായിട്ട് എനിക്ക് ഒത്തുപോകാൻ കഴിഞ്ഞാൽ I will go with BJP എന്നും. പിന്നെ പിണറായി വിജയനെ കഴുത്തിനിങ്ങനെ ഞെരിച്ച് പിണറായി വിജയൻ ശ്വാസം മുട്ടിയപ്പോഴാണ് കേരളത്തിലെ ഇന്ത്യയിലെ മുൻ 10 കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിമാരും ഒരു 10-200 MP കോൺഗ്രസിന്റെ പഴയ MP മാരും ഒരു 10-200 കോൺഗ്രസിന്റെ MLA മാരും എല്ലാവരും കൂടെ BJPയിലോട്ട് പോയത്. ഇതെല്ലാം ചെയ്തത് പിണറായി വിജയനാണ്. എന്തായാലും വേണ്ട, അത് വേണ്ട. എന്തിനാണ് ഞാൻ എൻ്റെ നാക്ക്, നിനക്കെന്നും വിവരവും ഉളുപ്പില്ലാന്ന് കരുതി എൻ്റെ നാക്ക് എന്തിനാണ് ചീത്തയാകുന്നത്? പിന്നെ നീ പറഞ്ഞു പിണറായി വിജയൻ കസവ് ചുറ്റിയ പേടിത്തൊണ്ടനാണെന്ന്. എന്തായാലും പിണറായി വിജയന് കസവെങ്കിലും ഉണ്ടല്ലോ ചുറ്റാൻ. നിനക്കാകെ ഉള്ളത് താരകന്റെ പെണ്ണിന്റെ പാവാട വള്ളിയല്ലേ ഉള്ളൂ. കേരളക്കരെ ആകെ പറയുന്നത് താരക പെണ്ണിന്റെ പാവാട വള്ളിയിൽ ജീവിതം ഹോമിച്ചു തീർത്ത ഒരു പ്രതിപക്ഷ നേതാവാണ് നമുക്കുള്ളതെന്നാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് കേൾക്കാം. ഇന്ന് നിങ്ങൾ എല്ലാവരും അറിയണം, ഇന്ന് വിശ്വതര സാഹിത്യകാരനായ വില്യം ഷേക്സ്പിയറിന്റെ ജന്മദിനവും ചരമദിനവുമാണ്. ഷേക്സ്പിയർ അധികാരവും പദവികളും ദുഷിപ്പിച്ച ഭരണകർത്താക്കളെ കുറിച്ച് ഒരുപാട് നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. അധികാര ദുർമോഹിയും അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി എല്ലാ അധാർമികമായ നിലപാടുകളും സ്വീകരിച്ചിട്ടുള്ള മാക്ബത്ത് ഷേക്സ്പിയറിന്റെ വളരെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ്. അധികാരം നിലനിർത്താൻ വേണ്ടി ഏത് ഹീനമായ മാർഗം ഉപയോഗിക്കും. ശരിയാണ് സതീശ. നീ ഇപ്പോഴെങ്കിലും ഷേക്സ്പിയറിന്റെ കഥാപാത്രമായ മാക്ബത്തിനെയൊക്കെ ചിന്തിച്ചതിൽ സന്തോഷമുണ്ട്. കാരണം
ആ ഷേക്സ്പിയർ പറഞ്ഞ കഥാപാത്രങ്ങളെ 2011 മുതൽ 2016 വരെ കേരളത്തിൽ അവതരിപ്പിച്ച ഒരു നാടക സംഘങ്ങളായിരുന്നു ഉമ്മൻചാണ്ടി നേതൃത്വം കൊടുത്ത UDF. നീ പറഞ്ഞതുപോലെ അനീതി നടന്നു, അധർമ്മം നടന്നു, അനാശാസ്യം നടന്നു, പിന്നെ ഭരണ വിരുദ്ധത നടന്നു, ഇതെല്ലാം നടന്നു. പക്ഷേ ഷേക്സ്പിയർ എഴുതി വെക്കാത്ത ഒന്നും കൂടി നടന്നു. എന്താണ്, ഞാൻ പരസ്യമായിട്ട് പറയുന്നില്ല, രഹസ്യമായിട്ട് പറയാം. വദനസുരതവും നടന്നായിരുന്നു. അതുകൊണ്ടിട്ടാണ് കേരള ജനതയ്ക്ക് അതൊക്കെ മനസ്സിലായത് കൊണ്ടിട്ടാണ് ചൊറിയും കുത്തി പ്രതിപക്ഷ നേതാവായിട്ട് 7.5 വർഷമായിട്ട് പ്രതിപക്ഷത്തിരിക്കുന്നത്. ഇനിയെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കി നല്ല രീതിയിലൊക്കെ സതീശ. എന്തിനാണ് ആൾക്കാരെ കൊണ്ട് അതും ഇതൊക്കെ പറയിപ്പിച്ച് നന്നാവടോ? ഉളുപ്പും മാനമൊന്നും മേടിക്കാൻ കിട്ടത്തില്ല, നമ്മുടെ പ്രവർത്തികളിലൂടെയാണ് അത് കിട്ടുന്നത്. അതൊക്കെ ഒന്ന് ശരിയാക്കി നല്ലൊരു പ്രതിപക്ഷ നേതാവായിട്ട് പോകാമെന്ന് നോക്കും. പിന്നെ സതീശ, RSSകാരനായ ഗുരുജി ഗോൾവാൾക്കറിന്റെ ചിത്രത്തിന് മുമ്പിലുള്ള ദീപം തെളിയിക്കാൻ പിണറായി വിജയൻ പോയിട്ടില്ല. അതിന് പോയത് RSS സിദ്ധാന്തം മനസ്സിട്ടുകൊണ്ട് കിടക്കുന്ന നീയാണ്. അത് ഞങ്ങളൊക്കെ കണ്ടതാണ്. ഓക്കെ, പിന്നെ ഇലക്ഷനൊക്കെ അല്ലേ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, വെറുതെ ഞാൻ പറഞ്ഞിട്ട് ഇനി ആൾക്കാർ പറയാമെന്തോ താന്തോന്നി തരമൊക്കെ പറഞ്ഞു. ഇനി പറയാനുള്ളത് അൻവർ സഖാവിനോടൊക്കെയാണ്. കാരണം ഇതുപോലെയുള്ള ഊളകൾക്ക് മറുപടി കൊടുത്ത് നിങ്ങളുടെ സ്റ്റാൻഡേർഡ് കളയരുത്. നിങ്ങൾക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് ഉണ്ട് അൻവർ സഖാവെ, അത് കളയരുത്. ഇതുപോലെയുള്ളവന്മാർക്കൊക്കെ മറുപടി കൊടുക്കാൻ ഞങ്ങളെപ്പോലുള്ളവരുണ്ട്. ഈ സത്യമില്ലെങ്കിലും യാഥാർത്ഥ്യമല്ലെങ്കിലും ഈ സോഷ്യൽ മീഡിയയിൽ ചെറിയ രീതിയിലുള്ള ചീത്തപ്പേര് എനിക്കുമുണ്ട്. അപ്പോൾ സതീശന് മറുപടി കൊടുക്കാൻ ഞങ്ങളൊക്കെ മതി. നിങ്ങൾ രാഹുൽ ഗാന്ധിക്കൊക്കെ മറുപടി കൊടുത്തു പോയിക്കോ. കാരണം രാഹുൽ ഗാന്ധിക്ക് ബുദ്ധിയും വിവരവും വിവേകമൊന്നും ഇല്ലെങ്കിലും, നെഹ്റുവിൻ്റെ ആ ഒരു ശക്തിയൊന്നും ഇല്ലെങ്കിലും ആ കുടുംബ പാരമ്പര്യം ഉണ്ടല്ലോ, അത് വെച്ച് അദ്ദേഹത്തിന് നിങ്ങൾ മറുപടി കൊടുത്തു പോയിക്കോ. ഇത് പോലുള്ളതിനൊക്കെ ഞങ്ങൾ മറുപടി കൊടുത്തോളാം. അപ്പോൾ എല്ലാവർക്കും നന്മകൾ നേരുന്നു, നല്ലത് മാത്രം വരട്ടെ. എനിക്കൊരു പ്രാർത്ഥനയേ ഉള്ളൂ, എൻ്റെ നാവ് നന്നായി സൂക്ഷിക്കാൻ ഈ പ്രതിപക്ഷത്തിരിക്കുന്നവന്മാർ ഒരു അവസരം തരണേ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.